ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ക്രഷ്ഡ് ജിഞ്ചർ. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വളരെയധികം രുചികരമായ ഒരു മട്ടൻ കോർമയാണ്. അപ്പോൾ നമുക്ക് റെസിപ്പി തുടങ്ങാം. മട്ടൻ കുറുമ തയ്യാറാക്കാനായി ഞാൻ 50 ഗ്രാം കശുവണ്ടി എടുത്തിട്ടുണ്ട്. അതിനെ അരമണിക്കൂർ മുമ്പ് വെള്ളത്തിലിട്ട് നനച്ച് വെച്ചതാണ്. ഞാനിവിടെ മട്ടൻ കുറുമ ഉണ്ടാക്കാനായി 1 കിലോ മട്ടനാണ് ഉപയോഗിക്കുന്നത്. മട്ടൻ കുറുമ മാരിനേറ്റ് ചെയ്യാനായി 250 ഗ്രാം തൈര്, 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ ചില്ലി പൗഡർ, 2 ടീസ്പൂൺ കൊറിയാണ്ടർ പൗഡർ, 1 ടീസ്പൂൺ ജീരകത്തിൻ്റെ പൗഡർ, 1 ടീസ്പൂൺ കശ്മീരി ലാൽ മിർച്ച് പൗഡർ, 2 വലിയ ടേബിൾ സ്പൂൺ നെയ്യ്, 1 ടേബിൾ സ്പൂൺ ഉപ്പ്. ഞാനിവിടെ കുറച്ച് ഗരം മസാല എടുത്തിട്ടുണ്ട്. 2 ബിരിയാണി ഇല, 2 പീസ് കറുവാപ്പട്ട, 2 വലിയ ഏലയ്ക്ക, 6 ചെറിയ ഏലയ്ക്ക, പിന്നെ കുറച്ച് ഗ്രാമ്പൂ. മട്ടനെ മസാലകളുമായി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. 100 ml കുക്കിംഗ് ഓയിലും കൂടി ചേർത്ത് ഈ മസാലകളെ മട്ടനോടൊപ്പം നന്നായി മിക്സ് ചെയ്ത് അരമണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. നനച്ചു വെച്ച കശുവണ്ടി നല്ലതുപോലെ അരച്ച് കശുവണ്ടിയുടെ പേസ്റ്റ് തയ്യാറാക്കി വെക്കണം. ഞാനിവിടെ 450 ഗ്രാം സവാള സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനെ ഒന്ന് മാഷ് ചെയ്ത് ഉള്ളിനെല്ലാം ഒന്ന് വേർപെടുത്താം. ഞാനിവിടെ ഒരു കടായിയിൽ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ചായിട്ട് സവാള അരിഞ്ഞതിട്ട് കൊടുക്കാം. ഇത് നല്ലതുപോലെ ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ ഇതിനെ ഫ്രൈ ചെയ്തെടുക്കാം. ഈ കാണുന്നത് പോലെ ഗോൾഡൻ ബ്രൗൺ ആയാൽ മതി. കുറച്ച് വെള്ള ഉള്ളി കാണുന്നുണ്ടാവും. അതിൻ്റെ ഹീറ്റിൽ തന്നെ അത് ചൂടായി അത് കറക്റ്റായിട്ട് ഫ്രൈ ആവും. ഇനി ഈ ഫ്രൈ ചെയ്ത ഉള്ളിനെ നമുക്കൊരു ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റാം. ബാക്കിയുള്ള ഉള്ളി ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്ത ഉള്ളിനെ 2 ഭാഗമാക്കി എടുത്തിട്ടുണ്ട്. ഒരു ഭാഗത്തെ ഞാൻ മിക്സിയിലിട്ട് ഒരു റൗണ്ട് അരച്ചെടുക്കാം. ബാക്കി പകുതിയുള്ള ഉള്ളിനെ കൈ കൊണ്ട് ഒന്ന് മാഷ് ചെയ്ത് വെക്കുകയാണ്. കുക്കർ ചൂടാക്കി അതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ച മട്ടനെ ഇട്ടതിന് ശേഷം നമ്മൾ മിക്സിയിൽ അരച്ചു വെച്ച ഉള്ളി അതിലോട്ട് ഇട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് മട്ടനെ നന്നായിട്ടൊന്ന് വേവിക്കണം. ഈ മസാലകളുമായി മട്ടന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ കൈകൊണ്ട് മാഷ് ചെയ്ത് വെച്ച ബാക്കി ഉള്ളിനും കൂടി ഇതിലേക്ക് ചേർക്കാം. മസാലകളെ എത്ര നന്നായി നമ്മൾ ഫ്രൈ ചെയ്യുന്നു അത്രയും നല്ല ടേസ്റ്റ് തരും നമ്മുടെ ഗ്രേവിക്ക്. അരച്ചു വെച്ച കശുവണ്ടിയുടെ പേസ്റ്റും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. 2 ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ച് കുക്കറിൻ്റെ മൂടി അടയ്ക്കുകയാണ്. നമുക്കൊരു 4 വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. കുക്കറിൻ്റെ പ്രഷർ പൂർണ്ണമായും കഴിഞ്ഞതിന് ശേഷം മാത്രമേ കുക്കറിൻ്റെ ലിഡ് ഓപ്പൺ ചെയ്യാവൂ. ഇനി നമുക്ക് കുക്കർ തുറക്കാം. ഗ്രേവിക്ക് ഒരു തിക്ക് കൺസിസ്റ്റൻസി വരുന്നത് വരെ നമുക്കിതിനെ ഒന്നുകൂടി കുക്ക് ചെയ്തെടുക്കാം. അവസാനമായി ഈ കോർമയിലേക്ക് 2-3 മസാലകളും കൂടി ചേർത്താനുണ്ട്. 1/4 ടീസ്പൂൺ ഏലക്ക പൗഡർ, ജാതിക്ക ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് കുറച്ച് അതിലേക്ക് ഇടണം. ഒന്ന് ജസ്റ്റ് ഫ്ലേവർ വരാനായിട്ട്. ഒരുപാട് ഇടരുത്, ഇല്ലെങ്കിൽ അതിൻ്റെ മാത്രമായി ഫ്ലേവർ വരും. 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡർ. ഇതെല്ലാം കൂടി ഒന്ന് നന്നായി മിക്സ് ചെയ്ത് മട്ടനെ ഒരു 5-6 മിനിറ്റും കൂടി നമുക്ക് വേവിച്ചെടുക്കാം. രുചികരമായ മട്ടൻ കോർമ തയ്യാറായിട്ടുണ്ട്. ഇതിനെ പൊറോട്ട, നെയ്ച്ചോറ്, വെറും ചോറ് അല്ലെങ്കിൽ പത്തിരിയുടെ ഒപ്പം നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. ഈ മട്ടൻ കുറുമ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ, പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ഐ എം വെയിറ്റിംഗ് ഫോർ യുവർ കമൻറ്റ്സ്. താങ്ക്സ് ഫോർ വാച്ചിങ്.